ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക തോരൻ തയ്യാറാക്കാം. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തോരനിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ സവാള ചേർത്ത് കൊടുത്തോളൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല, എത്രയാണ് ആവശ്യം അതിനൊക്കെ അനുസരിച്ചിട്ട് എടുത്തോളൂ. അപ്പോൾ ഇതിവിടെ ഏകദേശം ഒരു 2 കപ്പിൽ കുറച്ച് കൂടുതൽ വെണ്ടയ്ക്ക കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കുമ്പോൾ കഴിയുന്നതും തിന്നായിട്ട് കുറച്ച് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു തോരന് വേണ്ടിയിട്ട് വലിയ കഷ്ണങ്ങളാക്കി എടുക്കേണ്ട, ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. വെണ്ടയ്ക്ക ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. ഇതിലേക്ക് വെള്ളം വളരെ കുറച്ചാണല്ലോ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെണ്ടയ്ക്ക കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിവിടെ 1/4 ഭാഗത്തോളം കുക്കായി വന്നിട്ടുണ്ട്, കുറച്ചുകൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. അത് നമുക്കിതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റൊക്കെ അടച്ചു വെച്ചാൽ മതിയാവും. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല തേങ്ങയിൽ ചേർത്തിട്ടുള്ള പൊടികളുടെയൊക്കെ റോ സ്മെല്ലും ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ ചേർത്തിട്ടുള്ള സവാളയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ കറക്റ്റാണ്, ആവശ്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട. ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്